ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 30ഓളം സെൻറ്റൻസ് ടൈപ്പുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും ഉപയോഗിക്കാനും പറ്റും. നമ്മൾ ഒരുപാട് ഗ്രാമർ പഠിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് നമ്മൾ സെൻറ്റൻസുകൾ പഠിക്കുക, എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, സെൻറ്റൻസ് കൺസ്ട്രക്ഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ആം, ഈസ്, ആർ എന്നതിനെ കുറിച്ചാണ്. ആം, ഈസ്, ആർ. ആം, ഈസ്, ആർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആണ്, അവിടെയുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആം, അല്ലെങ്കിൽ ഈസ്, ആർ അല്ലെങ്കിൽ ആർ. നമുക്കറിയാം ഐ എന്ന ഒരു പദത്തിനോട് കൂടെയാണ് ആം, ഐ ആം എന്ന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. വേറെ ഒരു നിലക്കും നമ്മൾ ആം എന്ന പദം ഉപയോഗിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ആം എ ടീച്ചർ, ഐ ആം എ സ്റ്റുഡൻറ്റ്, ഐ ആം എ ഡ്രൈവർ, ഐ ആം എ പോലീസ്മാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഈ ആം, ഈസ്, ആറിന് ശേഷം നൗണായിട്ട്, നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെയോ ഒരാളുടെയോ ഒരു സംഗതിയുടെയൊക്കെ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയാം. അപ്പോൾ ഒരു പേര് അല്ലെങ്കിൽ സ്ഥാനപ്പേര്, ഒരു ഉദ്യോഗത്തിൻ്റെ പേരൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐ ആം എ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഞാനൊരു ഡ്രൈവറാണ് എന്നാണ് അതിനർത്ഥം, അല്ലേ? അപ്പോൾ വേറൊരാളെ പറ്റി പറയുകയാണെങ്കിലോ ആം, ഈസ്, അല്ലേ? ഈസിനെ പറ്റി പറയുമ്പോൾ ഹീ ഈസ് എ ഡ്രൈവർ, അല്ലെങ്കിൽ ഹീ ഈസ് എ പോലീസ്മാൻ, ഹീ ഈസ് എ ടീച്ചർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഉള്ള ആളുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആർ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ആർ ഉപയോഗിക്കുന്നത്? ദേ ആർ പോലീസ്മാൻ, ദേ ആർ ടീച്ചേഴ്സ്, ദേ ആർ മേസൺസ്, ദേ ആർ എന്ന് പറയും, അല്ലേ? അപ്പോൾ ഒരു ജോലിയുടെ പേരോ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പേരോ ഒക്കെ നമുക്ക് ആമിൻ്റെ, ഈസിൻ്റെ, ആറിൻ്റെ ശേഷം വന്നാൽ അത് നമ്മൾ നൗണ് എന്നാണ് പറയുക. അതിന് ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ ആം, ഈസ്, ആറ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ആണ് അല്ലെങ്കിൽ ആകുന്നു, ഒരു സ്ഥലത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ റൂമിൽ ഒരു നായക്കുട്ടി ഉണ്ട് എന്ന് നമ്മളെങ്ങനെ പറയാം? ദർ ഇസ് എ ഡോഗ്, there is a dog in the room, there is a cat in the room, there are 3 people in the room, there is a table in the room, അല്ലേ? there is a boy in the beach. അപ്പോൾ ബീച്ചിലൊരു കാർ ഉണ്ട് എന്നിങ്ങനെ പറയാം. there is a car in the beach, അല്ലേ? ബീച്ചിലൊരു കാറുണ്ട്. there is a bicycle in front of my house, എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഒരു സൈക്കിൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ there is എന്നാണ് പറയാം. ഒന്നിലധികമാണ് ആളുകളാണ് അല്ലെങ്കിൽ വസ്തുക്കളാണുള്ളെങ്കിൽ there are എന്ന് പറയും. ഇതേ സംഗതി തന്നെ നമ്മൾ അവിടെ ഇല്ല അല്ലെങ്കിൽ അല്ല എന്ന് പറയണമെങ്കിൽ, ഇപ്പോൾ ആണ് എന്ന് പറയാനാണ് ആം, ഈസ്, ആർ പറയുന്നത്. അപ്പോൾ നമ്മൾ അല്ല എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? ജസ്റ്റ് ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഐ ആം നോട്ട് എ ടീച്ചർ, ഐ ആം നോട്ട് എ ഡ്രൈവർ എന്നൊക്കെ പറയാൻ പറ്റും. ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആമിൻ്റെ, ഈസിൻ്റെ, ആറിൻ്റെ കൂടെ നൗണ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്, ഒരു വസ്തുവിനെ, ഒരു ആളെ വിശേഷിപ്പിക്കാൻ വേണ്ടി, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യു ആർ അഗ്ലി എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ ഹാൻസം എന്ന് പറയുകയാണെങ്കിൽ ഹാൻസം എന്ന് പറയുന്നത്, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്, പ്രെറ്റി എന്ന് പറയുന്നത്, ടോൾ എന്ന് പറയുന്നത്, വൈറ്റ് എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മൾ ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു ആളെ കുറിച്ച് വിശേഷണമായിട്ട് പറയുന്നതാണ്, അല്ലേ? അങ്ങനെ വിശേഷണം പറയുമ്പോൾ നമ്മൾ ഇതേ അർത്ഥമാണ്. നിങ്ങൾ വളരെ സുന്ദരിയാണ്, നിങ്ങൾ വളരെ സുന്ദരിയാണ് എന്ന് പറയുമ്പോൾ യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയും, അല്ലേ? അതേപോലെ തന്നെ ഐ ആം സാഡ്, ഞാൻ ദുഃഖിതനാണ് എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, നിങ്ങൾ അതിന് ഉത്തരവാദിയാണ്, അല്ലേ? അപ്പോൾ യു ആർ എന്ന് പറയുമ്പോൾ നിങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആം, ഈസ്, ആർ. ഇതിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ അല്ല, ഐ ആം നോട്ട് റെസ്പോൺസിബിൾ, ഐ ആം നോട്ട് ഡ്രൈവർ, ഐ ആം നോട്ട് എ ടീച്ചർ എന്നൊക്കെ പറയാൻ പറ്റും. അതേപോലെ നമുക്ക് ഏത് വാക്കുകളും ഞാൻ അല്ല, ഞാൻ അതല്ല എന്ന് പറയാം. അയാൾ അതല്ല, അപ്പോൾ അയാൾ ഒരു ഡ്രൈവർ അല്ല എന്നെങ്ങനെ നമ്മൾ പറയാം? ഹി ഈസ് നോട്ട് എ ഡ്രൈവർ, he is not a teacher എന്നൊക്കെ പറയാം. he is not beautiful, he is not ugly എന്നൊക്കെ നമുക്ക് പറയാം. അയാൾ അഗ്ലി ഒന്നുമല്ല, he is not the policeman, അയാളൊരു പോലീസ്മാൻ അല്ല എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതേ സംഗതി തന്നെ ഒന്ന് ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ആം, ഈസ്, ആർ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആം, ഈസ് അല്ലെങ്കിൽ ആർ. അപ്പോൾ ഐ ആം എ ടീച്ചർ അല്ലെങ്കിൽ ഹീ ഈസ് എ ടീച്ചർ എന്ന് പറയുന്നതിനെ ഒന്ന് ചോദ്യമാക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. രണ്ടാമത്തെ വാക്കിനെ ആദ്യം കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ ഹീ ഈസ് എന്ന് പറയുമ്പോൾ ഈസ്
ഹി എന്ന് ചോദിച്ചാൽ ഈസ് ഹി എ ടീച്ചർ എന്ന് ചോദിച്ചാൽ അതിന് അർത്ഥം അയാൾ ഒരു ടീച്ചറാണോ എന്ന്. നമ്മൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസ് ഐ ആം ഈസ് ആർ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സെൻറ്റൻസിൻ്റെ ആദ്യത്തെ രണ്ട് പദങ്ങളൊന്ന് ഷിഫ്റ്റ് ചെയ്താൽ, ഒന്ന് സ്വാപ്പ് ചെയ്താൽ ആ സെൻറ്റൻസിനെ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും. നമ്മൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ആം ഐ എ ടീച്ചർ, ആം ഐ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, ആം ഐ എ ഡ്രൈവർ, ഞാൻ നിങ്ങളുടെ ഡ്രൈവർ ആണോ എന്ന് എങ്ങനെ ചോദിക്കാം, ആം ഐ യുവർ ഡ്രൈവർ എന്ന് ചോദിക്കാം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ് ഈസ് ഹി എ തീഫ്, ഈസ് ഹി എ പോലീസ്മാൻ, ഈസ് ഹി എ ടീച്ചർ എന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 3 രീതിയിൽ പഠിച്ചു അല്ലേ. സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു, അതിനെ നെഗറ്റീവ് ആക്കാൻ പഠിച്ചു, അതേപോലെ തന്നെ ക്വസ്റ്റ്യനും പഠിച്ചു. ഈ 3 രീതിയിലുള്ള ഒരു 5 സെൻറ്റൻസ് നിങ്ങൾ എനിക്ക് ടൈപ്പ് ചെയ്ത് തരാം, എൻ്റെ നമ്പറിൽ ടൈപ്പ് ചെയ്ത് അയച്ചു തരാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് കമൻ്റായിട്ട് ഒരു 5 സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ സെൻറ്റൻസുമായി കാണാം. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.